Hi dears, welcome to Alfaedumate. നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? വിളിയോ വെച്ചിട്ട് എങ്ങനെയാ സെൻറ്റൻസുകൾ പറയാമെന്നുള്ളതാണ് നമ്മൾ ഇന്നലെ നോക്കിയത് അല്ലേ. അപ്പം വിളിയോ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നീ ചെയ്യുമോ, നീ വിളിക്കുമോ, അല്ലെങ്കിൽ അവൾ വിളിക്കുമോ, അവൾ പറയുമോ, അവർ വരുമോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നീ ചെയ്യില്ലേ, നീ പോകില്ലേ, നീ വിളിക്കില്ലേ, ഇങ്ങനെ ഒരു നെഗറ്റീവ് ടച്ച് മീനിങ് വരുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കുക. വിൽ യു എന്ന് വെച്ചാൽ ചെയ്യുമോ, പോകുമോ, വിളിക്കുമോ, കാണുമോ, ഇങ്ങനെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഇത് നെഗറ്റീവ് അല്ല കേട്ടോ, ഇതൊരു പോസിറ്റീവ് ടച്ച് മീനിങ് ആണ് വരുന്നത്. പക്ഷേ ഇനി ഇതിൻ്റെ നെഗറ്റീവ് വരുന്നത്, വിൽ യുവിൻ്റെ നെഗറ്റീവ് വരുന്നത് എന്താണ്? വോണ്ട് യു എന്നാണ് കേട്ടോ. വോണ്ട് യു എന്ന് വെച്ചാൽ എങ്ങനെ സെൻറ്റൻസ് പറയാം? നീ ചെയ്യില്ലേ, നീ പോകില്ലേ, നീ വിളിക്കില്ലേ അല്ലേ. ഇല്ലേ ഇല്ലേ എന്നൊരർത്ഥം വരുന്നുണ്ടല്ലോ. അത് ഇല്ലേ അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതൊക്കെ എന്താണ്? നെഗറ്റീവാണ് കേട്ടോ, നെഗറ്റീവാണ്. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസുകൾ നമ്മൾ പറയുമ്പോൾ നോട്ട് ചേർത്തിട്ട് വേണം പറയാനായിട്ട് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ വിൽ യു പോസിറ്റീവാണ്, അതിൽ നോട്ടില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് എന്താണ്? വിൽ നോട്ട് യു എന്നാണ്. അതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയുന്നത് എങ്ങനെയാണ്? വോണ്ട് യു എന്നാണ് കേട്ടോ. വോണ്ട് യു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വിൽ യുവിൻ്റെ നെഗറ്റീവ് വോണ്ട് യു ആണെന്ന് ഓർത്ത് വെക്കാം കേട്ടോ. വിൽ യു നെഗറ്റീവ് പറയുമ്പോൾ വോണ്ട് യു, ചെയ്യില്ലേ, പോകില്ലേ, വിളിക്കില്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് എന്താണ്? വോണ്ട് യു ആണ് കേട്ടോ. വോണ്ട് യു. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾ നാളെ വരുമോ, അല്ലെങ്കിൽ നീ നാളെ വരുമോ എന്നാണ് കേട്ടോ. അത് പോസിറ്റീവാണ്. ഇതിൽ ഇല്ല എന്നുള്ള അർത്ഥം വരുന്നില്ല, ഇല്ല എന്നൊരു വേർഡ് വരുന്നില്ലല്ലോ. നിങ്ങൾ നാളെ വരുമോ എന്നാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? വിൽ യു കം ടുമോറോ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. വിൽ യു കം ടുമോറോ, നിങ്ങൾ നാളെ വരുമോ. അപ്പോൾ ഇനി നമുക്കിതിന് നെഗറ്റീവ് നോക്കാം. എങ്ങനെ പറയാം? വിൽ യുവിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടേ? വോണ്ട് യു ആണല്ലേ. വോണ്ട് യു കം ടുമോറോ, നിങ്ങൾ നാളെ വരില്ലേ എന്നാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? വരുമോ എന്നായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ പറഞ്ഞേ? നിങ്ങൾ നാളെ വരില്ലേ, ഇല്ലേ എന്നാണ്. അപ്പോൾ അവിടെ എന്താണ്? വോണ്ട് യു ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു സെൻറ്റൻസ് പറയട്ടെ. അവൾ നിന്നെ സഹായിക്കില്ലേ, അവൾ നിന്നെ സഹായിക്കില്ലേ, ഇല്ലേ എന്നാണല്ലേ. അപ്പം എന്താ? വോണ്ട് യു എന്നാണല്ലേ, വോണ്ട് ആണല്ലേ. അപ്പം അവളായതുകൊണ്ട് നമ്മൾ യുവിന് പകരം ഷീ ആണ് പറയേണ്ടത് കേട്ടോ. വോണ്ട് ഷീ ഹെൽപ്പ് യു, അവൾ നിന്നെ സഹായിക്കില്ലേ. വോണ്ട് ഷീ, അവൾ ചെയ്യില്ലേ എന്നാണ് അർത്ഥം. വോണ്ട് ഷീ എന്ന് വെച്ചാൽ അവൾ ചെയ്യില്ലേ. വോണ്ട് ഷീ ഹെൽപ്പ് യു, അവൾ നിന്നെ സഹായിക്കില്ലേ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് പറയാം? വിൽ ഷീ ഹെൽപ്പ് യു, അവൾ നിന്നെ സഹായിക്കുമോ, അവൾ നിന്നെ സഹായിക്കുമോ. വിൽ ഷീ ഹെൽപ്പ് യു, അവൾ നിന്നെ സഹായിക്കുമോ. വോണ്ട് ഷീ ഹെൽപ്പ് യു, നമ്മളോ, അവൾ നിന്നെ സഹായിക്കില്ലേ. ഓക്കെ, നെക്സ്റ്റ്. നീ ഒരാഴ്ചത്തേക്ക് എനിക്കൊരു 500 രൂപ കടം തരില്ലേ. ഒരാഴ്ചത്തേക്ക് നീ എനിക്കൊരു 500 രൂപ കടം തരില്ലേ. എങ്ങനെ പറയാം? വോണ്ട് യു ലെൻഡ് മീ. കടം തരിക എന്നുള്ളതിന് നമ്മൾ ലെൻഡ് ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ലെൻഡ്. വോണ്ട് യു ലെൻഡ് മീ 500 rupees for a week. വോണ്ട് യു ലെൻഡ് മീ 500 rupees for a week. എനിക്ക് ഒരാഴ്ചത്തേക്ക് നീ 500 രൂപ കടം തരില്ലേ, വായ്പ തരില്ലേ. അപ്പോൾ ഇങ്ങനെ കടം തരിക, വായ്പ തരിക എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ലെൻഡ് എന്നുള്ള വേർഡ് കേട്ടോ. ലെൻഡ് എന്നുള്ള വേർഡ്. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇനി എനിക്കൊരാഴ്ചത്തേക്ക് 500 രൂപ നീ കടം തരുമോ എന്നെങ്ങനെ ചോദിക്കുക? എങ്ങനെ ചോദിക്കുക? വിൽ യു വെച്ചിട്ട് വേണം ചോദിക്കാൻ അല്ലേ. തരുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ വിൽ യു വെച്ചിട്ട് വേണം ചോദിക്കാൻ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക, വിൽ യു ലെൻഡ് മീ 500 rupees for a week. സിമ്പിൾ അല്ലേ? വിൽ യു ലെൻഡ് മീ 500 rupees for a week അല്ലേ. നീ എനിക്ക് ഒരാഴ്ചത്തേക്ക് ഒരു 500 രൂപ കടം തരുമോ. ഓക്കെ, വിൽ യു, തരുമോ എന്നാണ് കേട്ടോ. നെക്സ്റ്റ് സിമ്പിളായിട്ടൊരു സെൻറ്റൻസ് പറയാം. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്, നോക്കുക. അവൻ എന്നെ വിശ്വസിക്കുമോ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ എന്നെ വിശ്വസിക്കുമോ എന്നാണ് കേട്ടോ. അത് നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? വിൽ ഹി ബിലീവ് മീ, വിൽ ഹി ബിലീവ് മീ, അവൻ എന്നെ വിശ്വസിക്കുമോ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ നെഗറ്റീവ് ആക്കിയിട്ട് എങ്ങനെ പറയാം? അവൻ എന്നെ വിശ്വസിക്കില്ലേ, അവൻ എന്നെ വിശ്വസിക്കില്ലേ. എങ്ങനെ പറയാം? വോണ്ട് ഹി ബിലീവ് മീ, അവൻ എന്നെ വിശ്വസിക്കില്ലേ. വോണ്ട് ഹി ബിലീവ് മീ, അവൻ എന്നെ വിശ്വസിക്കില്ലേ. നെക്സ്റ്റ്, അവൾ എന്നെ വിളിക്കില്ലേ, അവൾ എന്നെ വിളിക്കില്ലേ. എങ്ങനെ പറയാം?
അവൾ എന്നെ വിളിക്കില്ലേ. വിളിക്കില്ലേ എന്നാണ് നെഗറ്റീവ് ആണ്. എങ്ങനെ പറയാം? വോണ്ട് ഷീ കോൾ മീ. വോണ്ട് ഷീ കോൾ മീ. അവൾ എന്നെ വിളിക്കില്ലേ. വോണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വോണ്ട് ഷീ കോൾ മീ. അവൾ എന്നെ വിളിക്കില്ലേ. പിന്നെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മഴ പെയ്യുമോ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് മഴ പെയ്യുമോ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? വിൽ ഇറ്റ് റെയിൻ ടുഡേ. വിൽ ഇറ്റ് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യുമോ അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മഴ പെയ്യില്ലേ എങ്ങനെ പറയാം? ഇന്ന് മഴ പെയ്യില്ലേ എങ്ങനെ പറയാം? വോണ്ടാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? വോണ്ട് ഇറ്റ് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യില്ലേ. വോണ്ട് ഇറ്റ് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യില്ലേ. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് ലാസ്റ്റ് പറയാം. വോണ്ട് യു ടേക്ക് മൈ ടിക്കറ്റ്. നീ എൻ്റെ ടിക്കറ്റ് എടുക്കില്ലേ. വോണ്ട് യു ടേക്ക് മൈ ടിക്കറ്റ്. നീ എൻ്റെ ടിക്കറ്റ് എടുക്കില്ലേ. അപ്പോൾ ഇതിനെ പോസിറ്റീവായിട്ട് എങ്ങനെ പറയാം? നീ എൻ്റെ ടിക്കറ്റ് എടുക്കുമോ എങ്ങനെ പറയാം? വിൽ യു ടേക്ക് മൈ ടിക്കറ്റ്. വിൽ യു ടേക്ക് മൈ ടിക്കറ്റ്. നീ എൻ്റെ ടിക്കറ്റ് എടുക്കുമോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ പോസിറ്റീവായിട്ടാണ് ചെയ്യുമോ, പോകുമോ, വരുമോ ഈ ഒരു അർത്ഥത്തിലാണ് പറയുന്നത് എങ്കിൽ നമ്മൾ വിൽ യു വെച്ചിട്ട് പറയാൻ നോക്കുക. അതുപോലെ തന്നെ ചെയ്യില്ലേ, എടുക്കില്ലേ, പോകില്ലേ, വരില്ലേ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് എങ്കിൽ നമ്മൾ വോണ്ട് യു വെച്ചിട്ട് തുടങ്ങാം കേട്ടോ. വോണ്ട് യു. ഓക്കെ, വോണ്ട് യു എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യില്ലേ, വിളിക്കില്ലേ ഈ ഒരു അർത്ഥമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. വിൽ യു, വോണ്ട് യു രണ്ടും ഒരുമിച്ച് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, എന്നാലേ നമ്മൾ മറക്കാതിരിക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമ്മൾ നാളെ ഒരു ക്ലാസ്സും കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നാളെ ഒരു ക്ലാസ്സും കൂടെ ചെയ്യും. WH ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ഇത് വെച്ച് ചോദിക്കാം എന്നുള്ളത്, വിൽ യു വെച്ചിട്ട് നമുക്ക് എങ്ങനെ WH ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് നമ്മൾ നാളെ ചെയ്യും. അപ്പോൾ എല്ലാവരും നാളത്തെ വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.